സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എന്തേ അടിസ്ഥാനത്തിലാണ് എന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഗവർണറുടെ പദവി, ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗവർണർ നടത്തുന്ന നിയമനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശുപാർശ അനുസരിച്ചാണ് എന്ന് പറയുന്നത് ഗവർണറുടെ പദവിയെ അപമാനിക്കുന്നതാണ്. ഭാരതീയ ജനതാ പാർട്ടി അത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് നൽകിയിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സർ, BJP അല്ലെങ്കിൽ RSS ആയിരിക്കും. BJP അല്ലെങ്കിൽ RSS ആയിരിക്കും. അതാരാണെന്ന് അവർ തീരുമാനിച്ചാൽ മതി. ഏതായാലും നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിൻസെന്റ്. സർ, ഈ സർക്കാരിനെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റിയത് കേരളത്തിലെ ജനങ്ങളാണ്. റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയാണ് UDFനെ അധികാരത്തിലെത്തിച്ചത്. സാർ, ജനങ്ങളോട് ഞങ്ങൾ സംവദിക്കുമ്പോൾ ഞങ്ങൾ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളെ, സാമ്പത്തിക പരിപാടികളെ ഞങ്ങൾ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ആ രൂക്ഷമായ വിമർശനം നടത്തുമ്പോൾ തന്നെ ആ ഗവൺമെൻറ് എവിടെയെല്ലാമാണ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം ബദൽ നിർദ്ദേശങ്ങളുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയത്, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഈ കേരളം തകർച്ചയിലേക്ക് പോവുകയാണ് എന്നാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. ആ കേരളത്തെ രക്ഷിക്കാൻ, കേരളത്തെ പുനഃസംഘടിപ്പിക്കാൻ, ഭാവി കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയത്. സാർ, അധികാരത്തിലേറി ഒരു മാസം കഴിയുമ്പോൾ അതിൽ ശ്രദ്ധേയമായ ചില ചുവടുവയ്പ്പുകൾ, ചില തുടക്കങ്ങൾ നടത്താൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഈ ഗവൺമെൻറ് ഇവിടെ നിൽക്കുന്നത്. സാർ, ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനകം ഞങ്ങളുടെ നയപരിപാടികൾ കൃത്യമായി വ്യക്തമാക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇവിടെ അവതരിപ്പിച്ചു. സാർ, സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, എന്താണ് സ്ഥിതി, സമ്പദ്ഘടനയുടെ ആരോഗ്യം, ഫിസ്ക്കൽ ഹെൽത്ത് എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടത്, അതെന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഈ സംസ്ഥാനം കണ്ട ഏറ്റവും സമഗ്രമായ ഒരു ഡോക്യുമെൻ്റ് അവതരിപ്പിച്ചു. സാർ, ഞങ്ങൾ പറഞ്ഞു അത് രാഷ്ട്രീയ വിമർശനമല്ല, അതൊരു ഓതന്റിക് ഡോക്യുമെൻ്റാണ്. ഭാവിയെ കെട്ടിപ്പടുക്കാനുള്ള എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്താണ് യഥാർത്ഥ സ്ഥിതി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. സാർ, അതിനുശേഷം ഞങ്ങൾ ഈ ബജറ്റ് അവതരിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ ചില ആക്ഷേപങ്ങൾ ഞാൻ സമ്മതിക്കുന്നു. കാരണം ഇത് പരമ്പരാഗത രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബജറ്റല്ല. ഇതിനു മുൻപുള്ള UDF ഗവൺമെൻറ്റുകളും LDF ഗവൺമെൻറ്റുകളും അവതരിപ്പിച്ച രീതിയല്ല ഇതിൽ അവലംബിച്ചിട്ടുള്ളത്. കാലഹരണപ്പെട്ട കാര്യങ്ങളെ മാറ്റി നിർത്തി. കാലം മാറി സർ, ലോകം മാറി. നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച്, നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്നൊരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ്. സർ, നമുക്കറിയാം കേരളത്തിൽ ജനസംഖ്യാപരമായ ഡെമോഗ്രാഫിക് ചേഞ്ചസ് നടക്കുന്നൊരു കാലമാണ്. സാമ്പത്തികമായ പരിവർത്തനത്തിലൂടെ ലോകവും രാജ്യവും കേരളവും നടന്നു നീങ്ങുന്ന ഒരു കാലമാണ്. സാർ, ഈ കേരളം ആ ജനസംഖ്യാപരമായ മാറ്റങ്ങളെ കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. നമ്മുടെ കേരള മോഡലിനെ കുറിച്ച് നമ്മൾ പറയും, നമ്മൾ ഇപ്പോഴും അഭിരമിക്കുകയാണ് പഴയ കേരള മോഡൽ പറഞ്ഞ്. സാർ, ആ കേരള മോഡലിൻ്റെ കരുത്തെന്തായിരുന്നു?
65% വരുന്ന കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു ശതമാനം യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാർ, സാർ, അവരുടെ പോപ്പുലേഷൻ കേരളത്തിൽ ചെറുതായി വരികയാണ്. സാർ, ആയുർദൈർഘ്യം കേരളത്തിൽ വർദ്ധിച്ചു. പ്രായമായവരുടെ എണ്ണം വളരെ വലുതായി കൂടുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചാണ് കേരളം. സാർ, അതിനെ അഭിസംബോധന ചെയ്യണ്ടേ? അതിനെ അഭിസംബോധന ചെയ്യണം. നമുക്ക് എണ്ണം കുറയുക, ജനസംഖ്യ കുറയുക മാത്രമല്ല, ജനസംഖ്യയിലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. സർ, ഹാർവാർഡ് സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ വാക്കാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അതായത് ജനസംഖ്യ നമുക്ക് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ്, അതിലെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കമ്പോണൻ്റാണ്. അത് ഈ യുവത്വമാണ്. അവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നാടിന്. അത് ചെറുതാകുകയും അതിലൊരു വലിയ വിഭാഗം ബ്രെയിൻ ഡ്രെയിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് സംസ്ഥാനത്തിന് പുറത്തേക്കും രാജ്യത്തിന് പുറത്തേക്കും വലിയ തോതിൽ പോവുകയും ചെയ്യുകയും മറ്റ് ജനസംഖ്യാ വിഭാഗം വർദ്ധിക്കുകയും ചെയ്യുന്നു. സർ, അതൊരു സമീപനമാണ്. സാമ്പത്തികമായ മാറ്റത്തിലൂടെ പോവുക. സർ, ആ സമീപനം വരുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഊന്നൽ കൊടുത്ത് ഈ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലത്ത് കൃത്യമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം, നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകണം, പുതിയ കോഴ്സുകൾ ഉണ്ടാകണം. സർ, നേച്ചർ ഓഫ് ജോബ്സ് ഹാവ് ബീൻ ചേഞ്ചിങ്. വളരെ ഫാസ്റ്റായിട്ടാണ് ലോകത്ത് മാറുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ വെച്ചത്, എക്സ്പേർട്സുകളെ വെച്ച്, ഇന്ത്യയിലും പുറത്തുമുള്ള നമ്മുടെ ആളുകളെ തന്നെ എക്സ്പേർട്ടുകളെ വെച്ചിട്ട് ഓരോ സെക്ടറിന് എക്സ്പേർട്ടുകളെ വയ്ക്കുകയാണ്. അവർ നിരീക്ഷിക്കുകയാണ് എന്താണ് മാറ്റം തൊഴിൽ മേഖലയിൽ നടക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യാണ് ഗവൺമെന്റിന്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്. അവരതിന് കറസ്പോണ്ടിങ് ആയി നമ്മുടെ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്ത് പുതിയ കോഴ്സുകൾ തുടങ്ങിയാണ്. സർ, ആ കോഴ്സുകൾ കഴിയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തണം, മാറ്റമുണ്ടാകണം. അതിനായിട്ടുള്ള സർവകലാശാലകളും അതിനായിട്ടുള്ള ആശയങ്ങളും അതിനായിട്ടുള്ള കോഴ്സ് പ്രോഗ്രാമുകൾ, ഇപ്പോൾ കോഴ്സ് എന്നല്ല പറയുന്ന പ്രോഗ്രാം എന്ന അക്കാഡമിക് പ്രോഗ്രാമാണ്. അതാണ് പുതിയ വാക്ക്. അക്കാഡമിക് പ്രോഗ്രാമുകൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവറും നോളജ് വാലിയും കൊടുത്തിരിക്കുന്നത്. വലിയ സങ്കല്പത്തോടു കൂടിയാണ്, വലിയ പ്രതീക്ഷയോടു കൂടിയാണ്, നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. സാർ, വയോജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. അതൊരു വെൽഫെയർ പ്രോജക്റ്റ് അല്ല, കുറെ ഔദാര്യം വാരി കൊടുക്കുന്ന വെൽഫെയർ പ്രോജക്റ്റ് അല്ല. അത് ലോകരാജ്യങ്ങളിൽ ഫലപ്രദമായി അത് നടപ്പിലാക്കിയ സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ സീനിയർ സിറ്റിസൺസിന് ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാർ, അവരെ നമ്മൾ സഹായിക്കും, പക്ഷെ അവരെ കൺസ്ട്രക്റ്റീവ് ആക്കണം. ഈ പോപ്പുലേഷൻ്റെ ഒരു മേജർ ചങ്ക് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഇരിക്കരുത്. അവരെ നമുക്ക് ഈ യുവത്വവുമായി കൂട്ടിയിണക്കി മെർജ് ചെയ്ത് അവരെ കൂടി കൺസ്ട്രക്റ്റീവ് ആക്കാനുള്ള പദ്ധതികൾ ഈ സീനിയർ സിറ്റിസൺസ് വകുപ്പ് പ്രഖ്യാപിക്കും. സർ, അതിലേറ്റവും പ്രായമായവർ, തളർന്നു കിടക്കുന്നവർ, വയ്യാതാകുന്നവർ, സർ, അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഒരാളും സാമൂഹ്യമായി ഒറ്റപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തും സാർ ഈ സർക്കാർ. അതിനാണ് കെയർ ഗീവർ പദ്ധതികൾ ആരംഭിക്കുന്നത്. പണമുള്ളവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെയർ ഗീവർ പദ്ധതിയാണ്. 3 മാസത്തെ കോഴ്സും 3 മാസത്തെ പ്രാക്ടീസും. യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മോഡലാണ് സിലബസ്. നഴ്സിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും അത് തുടങ്ങട്ടെ. ഗവൺമെന്റ് കൊടുക്കുന്ന സിലബസിൽ പുറത്തു വരുമ്പോൾ അവർക്ക് ജോലി കിട്ടും. 10,000-കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടും. പണമുള്ളവരെ അവരെ വെക്കട്ടെ, പണമില്ലാത്ത പാവങ്ങൾക്ക് ഈ ഗവൺമെന്റ് വേറെ സംവിധാനം ഒരുക്കും. സാർ, അവരെയെല്ലാം ചേർത്ത് നിർത്താൻ, രോഗികളെ, വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ചേർത്ത് നിർത്താനാണ് വൺ കേരള കരുതൽ മിഷൻ തുടങ്ങിയിരിക്കുന്നത്. സാർ, ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് അത്തരം ഒരു പദ്ധതിയുമായി ഈ ഗവൺമെന്റ് പോകുന്നത്. സാർ, അവിടെ നടപടികൾ ഉണ്ടാകും, ആ ചേർത്ത് നിർത്തൽ ഉണ്ടാകും, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ഒരു വശത്ത് നമ്മുടെ ഇക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ. സാർ, നമുക്കറിയാം 77% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ്. ബാക്കി 100 രൂപ കിട്ടിയാൽ 23 രൂപയാണ് ബാക്കി പാലം പണിയാൻ, റോഡ് പണിയാൻ, ബാക്കിയുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്താൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനോ പുതിയ വികസന പദ്ധതികൾക്കോ പുതിയ ക്ഷേമ പരിപാടികൾക്കോ പണം കൊടുക്കാനില്ല.
സർ ടാക്സ് ചുമത്തിയിട്ടല്ല, അതാണ് ഞങ്ങളുടെ പുതിയ എക്കണോമിക് മോഡലാണ്. ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെച്ചിട്ടല്ല ഖജനാവിൽ പണം നിറയ്ക്കുന്നത്. സർ, ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെക്കാതെ ഈ സർക്കാർ ഖജനാവ് നിറയ്ക്കും. എങ്ങനെയാണ്? കൃത്യമായ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കർശനമായ നടപടികൾ, ഖജനാവിന്റെ ലീക്കേജ് തടയാൻ, കൃത്യമായ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. സർ, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്കതിലുള്ള ആത്മവിശ്വാസമുണ്ട്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ആക്ടിവിറ്റികൾ ഉണ്ടാക്കി, മണി സർക്കുലേഷൻ ഉണ്ടാക്കി ഞങ്ങൾ ഖജനാവ് നിറയ്ക്കും. സർ, അതാണ് ഈ ഗവൺമെന്റിന്റെ ഈ സമീപനം എല്ലാ കാര്യത്തിലും. സർ, പുതിയ ഡെലിവറി മോഡലുകൾ ഉണ്ടാകണം. ഞാനിവിടെ പറഞ്ഞു സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു മൊത്തം. സർ, ഈ ബജറ്റിൽ എവിടെയെങ്കിലും കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം പൊതുരംഗവും സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ചൊരു വാചകമുണ്ടോ? സർ, എന്ത് ആഘോഷമാണ് ഇത്! പ്രൈവറ്റൈസ് ചെയ്യാൻ പോയാൽ സർ ഒരു സ്ഥാപനവും പ്രൈവറ്റൈസ് ചെയ്യില്ല. ഒരു സ്ഥാപനവും. എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബജറ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പുറത്ത് ചർച്ച. സമൂഹ മാധ്യമങ്ങളിലും ഒരു വാചകം ഈ ബജറ്റിലില്ല. സർ, ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ പോകുന്നവരല്ല. നിങ്ങൾ നോക്കിക്കോ, KSRTC 3000 കോടി നിങ്ങൾ കൊടുക്കാനുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഞങ്ങൾ മാറ്റം വരുത്തും. KSRTCയെ സ്വയം പര്യാപ്തമാക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒന്നും പറഞ്ഞില്ല എന്നിവിടെ ആരോ പറഞ്ഞു സപ്ലൈകോയെ പറ്റി. ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല സാറേ, പറയുന്നതിനേക്കാൾ നല്ല പ്രവർത്തിക്കാനാ. അതിലൊരു വാചകമുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ സംഭരണം നടത്തും സപ്ലൈകോ, ലാഭമുണ്ടാക്കും. സർക്കാർ സബ്സിഡി കൊടുക്കാതെ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഞങ്ങൾ സ്വയം പര്യാപ്തമാക്കും. സാർ, വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി ഒന്നും നോക്കാതെ എല്ലാ വർഷം കൊടുക്കലല്ല ഈ ഗവൺമെന്റിന്റെ ജോലി. കൃത്യമായ പരിപാടികളും പദ്ധതികളും ഇട്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തമാക്കണം, ലാഭകരമാക്കണം. അതാണ് ഇതുവരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയ്യാത്ത സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. വലിയ സ്വകാര്യ സംരംഭങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യും, ലാഭമുണ്ടാക്കും, സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കും. അല്ലാതെ അത് സപ്ലൈകോ അടച്ചുപൂട്ടുമല്ല, KSRT അടച്ചുപൂട്ടുമല്ല. KSEB ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു, ഇപ്പൊ എത്ര 1000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാൻ 25 വർഷത്തേക്ക് കരാറുണ്ടാക്കി ഇറങ്ങിപ്പോയതാ ഉമ്മൻചാണ്ടി സർക്കാർ. 7 വർഷം നിങ്ങൾ വാങ്ങിച്ചു, 1 വർഷം ഞങ്ങൾ വാങ്ങിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആ കരാർ റദ്ദായി. അഴിമതിയാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റിന് മേടിച്ചിരുന്ന വൈദ്യുതി ഇപ്പൊ മേടിക്കുന്നത് എത്രയ്ക്കാ? കരാർ റദ്ദാക്കിയിട്ട് 8 രൂപയ്ക്കും 14 രൂപയ്ക്കും. കോടികളാണ് ഒരു ദിവസം KSEBയുടെ നഷ്ടം. നയമാണത്രേ, പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നയം. കോടികൾ, 10,000 കോടി രൂപയുടെ നഷ്ടം. പാവപ്പെട്ട ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊടുക്കുക, 4-5 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി പാവപ്പെട്ടവന്റെ തലയിൽ വെക്കുക. അതല്ല സാർ ഈ സർക്കാരിന്റെ നയം. ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. ജനങ്ങളുടെ ഞങ്ങളന്ന് 22 പൈസ കുറച്ചു കൊടുത്തു ഒരു യൂണിറ്റിന്. ആര്യാട സാർ മന്ത്രിയായിരിക്കുമ്പോ, മനസ്സിലായില്ലേ? അതിനെ ഞങ്ങൾ നവീകരിക്കാൻ പൂട്ടുകയല്ല, അതിനെ എഫിഷ്യന്റ് ആക്കും. അതാണ് ഞങ്ങളുടെ സമീപനം. ഒരു സ്വകാര്യ സ്ഥാപനവും പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള വലിയൊരു ആരോപണം എന്താ? ഇതാ കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. സാർ, ഈ ബജറ്റിൽ എവിടെയാണ് സാർ കരിമണൽ സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്? സാർ, സദേൺ എക്കണോമിക് കോറിഡോറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായൊരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ രാജ്യത്തിന്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്തെത്തിക്കുമെന്ന്. എവിടെയെങ്കിലും ഞങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്തതാണ് കഥകൾ. ഇല്ലാ കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ നാട് മുഴുവൻ പ്രചരിപ്പിക്കുക കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ വാചകം ഇവിടെ കോട്ട് ചെയ്തു ഇല്ലേ? ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി കരിമണലിനെ കുറിച്ചുള്ള പോളിസിയെ കുറിച്ച് പറഞ്ഞ വാചകം
2024 പറഞ്ഞത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, വാക്കുമാറില്ല, യു ടേൺ ഇല്ല, ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. എന്താണ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സംയുക്തമായി ഒരുമിച്ച്. ആരൊക്കെയാണ് ഇതിൽ പങ്കാളികൾ? കൺസോർഷ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം കോൾ ഇന്ത്യ ലിമിറ്റഡ്, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം KMML, കേരളത്തിന്റെ കെൽട്രോൺ, ടൈറ്റാനിയം ആൻഡ് NFTDC കേന്ദ്രത്തിന്റെ, ഈ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു കൺസോർഷ്യം. അവിടെ ഒരു പ്രൈവറ്റൈസേഷനും ഇല്ല, മൈനിങ് ഇല്ല സർ, മൈനിങ് ഇല്ല. ഈ മെറ്റീരിയൽസ് വാല്യൂ അഡീഷൻ ആണ്, വാല്യൂ അഡീഷൻ. ആ വാല്യൂ അഡീഷൻ ചെയ്താൽ ആയിരക്കണക്കിന് കോടി രൂപ കിട്ടും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി കൂടി അനുസരിച്ച് ആ ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ ഞങ്ങൾ ഉണ്ടാക്കും. എല്ലാം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. സർ, കഥയുണ്ടാക്കാം. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്, ഇല്ലാത്ത കഥകൾ. ഒരു വാചകം ഈ ബജറ്റിലില്ല, ഒരു വാചകം. എന്നിട്ട് പറയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായി, നയം യു ടേണായി, കരിമണൽ ഇതാ കംപ്ലീറ്റ് സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. ആലപ്പുഴയിൽ പ്രശ്നമാണ്. ആലപ്പുഴയിൽ വാരാൻ കൊടുത്ത ആരാ കരിമണൽ കൊണ്ടുവന്ന്? ആരാ കൊണ്ടുവന്നത് ആ കരിമണൽ? എന്നെ കൊണ്ട് പറയിക്കല്ലേ. ഇതാണ് ഞങ്ങളുടെ നയം, ഇതാണ് ഞങ്ങളുടെ നയം. സാർ, ഞങ്ങളുടേത് ഞാൻ പറഞ്ഞല്ലോ, കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ആരും അഭിരമിക്കണ്ട. ആ കേരള മോഡൽ സ്റ്റാഗ്നന്റ് ആണ്, മന്ദിച്ചിരിക്കുകയാണ്, ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നവീകരിക്കണം. ഒരു നിയോ കേരള മോഡൽ ഉണ്ടാക്കണം. ആ നിയോ കേരള മോഡൽ എന്താണ്? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം, പ്രൊഡക്ടിവിറ്റി കൂട്ടണം, നിക്ഷേപം ആകർഷിക്കണം, വ്യവസായ സേവന മേഖലകളെ ശക്തിപ്പെടുത്തണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വളർച്ച, കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയും അതിൽ പൊതുസേവനം നടത്താക്കുകയും ചെയ്തു. നിങ്ങൾ പിന്നെ സ്ഥിരം കുറെ വാക്കുകളുണ്ട്. നവ ലിബറൽ നയം സ്ഥിരമാണ്. എത്ര കൊല്ലമായി നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട്? ആ മൻമോഹൻ സിംഗ് എക്കണോമിക് റീഫോംസ് അവതരിപ്പിച്ചു. എക്കണോമിക് റീഫോംസ് അവതരിപ്പിച്ചപ്പോൾ കംപ്ലീറ്റ് നവ ലിബറൽ നിയമം. സാർ, എന്താ ചെയ്തത് അദ്ദേഹം? അന്ന് റിസർവ് ബാങ്കിലെ സ്വർണ്ണക്കട്ടി കൊണ്ട് അന്നത്തെ ഗവൺമെന്റ് ലണ്ടനിൽ കൊണ്ട് പണയപ്പെടുത്തി. ഇപ്പൊ കേരള ഗവൺമെന്റ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥിതിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. അപ്പൊ എന്താ ചെയ്തത്? എക്കണോമിക് റീഫോംസ് കൊണ്ടുവന്നു. അതിൽ ആക്ടിവിറ്റി ഉണ്ടായി, ഖജനാവ് നിറഞ്ഞു, എക്സൈസ് ഡ്യൂട്ടി കൂടി, ടാക്സ് കൂടി, ഇൻകം ടാക്സ് കൂടി. കാരണം ആക്ടിവിറ്റി ഉണ്ടാവുമ്പോൾ ഖജനാവ് നിറയും. എന്നിട്ട് പറഞ്ഞു നെഹ്റുവിൽ നിന്ന് വ്യതിചലിച്ചില്ല സാർ. ഉണ്ടായ പണം എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. ഉണ്ടായ പണം, ഇറ്റ് വാസ് ആൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട സ്ത്രീകൾക്കാണ് പണം പോയത്. നരേഗ ഉണ്ടാക്കി ഇല്ലേ, പാവപ്പെട്ടവന്റെ വീടിൽ. ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ ആശുപത്രികൾ ഉണ്ടാക്കാൻ NRHM കൊണ്ടുവന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ, വിവിധ വില്ലേജുകളിൽ സ്കൂളുകൾ ഉണ്ടാക്കി, അധ്യാപകരെ നിയമിച്ചു. പണം let me complete. ഞാൻ തരാം. ഇതെല്ലാം അവതരിപ്പിച്ചു. ഇത് ശല്യപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് എന്നിട്ട്. അപ്പൊ അത് അവതരിപ്പിച്ചതിന് ശേഷം ആ പണം, അതാണ് അതേ നയമാണ് ഈ ഗവൺമെന്റിന്. അങ്ങ് ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പോളിസി ശല്യപ്പെടുത്തരുത്. അങ്ങെന്തിനാ അസ്വസ്ഥനാവുന്നത്? അങ്ങിരിക്കും. ഞാൻ അങ്ങക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങാതിരിക്കോ? ഞാൻ വഴങ്ങാം. അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No. To interrupt. No. ശാന്തായിട്ടിരിക്കാം. പറഞ്ഞല്ലോ,
പറഞ്ഞല്ലോ ഒരു ഗവൺമെന്റ് നയം പറയല്ലേ, ആ നയം സഭയെ അറിയിക്കല്ലേ, അത് കേൾക്കൂ. വിയോജിപ്പുണ്ടാകാം, അത് വേറെ പ്രശ്നം. പക്ഷേ ഒരു ഗവൺമെന്റ് നയമല്ല പറയുന്നത്, ആ നയം മുഖ്യമന്ത്രിയല്ല വിശദീകരിക്കേണ്ടത്, ആ നയം വിശദീകരിക്കല്ലേ. ഒരു ശാന്തമായിരിക്കൂ. ഇവിടെ നടന്ന 3 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ നയത്തോട് വിയോജിപ്പ് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടല്ലേ. അതിന് നമ്മൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? ആ നയം എന്താണെന്ന് അറിയണ്ട എന്നുള്ള നിലയിലാണോ? അതുകൊണ്ട് മുഖ്യമന്ത്രി പറയട്ടെ, ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ശാന്തമായി കേൾക്കൂ. എന്താ പ്രതിപക്ഷ നേതാവ് എന്തോ പറയാൻ? ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേക്കോ, അങ്ങ് ശാന്തമായി കേൾക്കൂ. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. വിയോജിപ്പുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിയോജിപ്പുണ്ടെങ്കിൽ അപ്പപ്പോ നമ്മളൊരു വാഗ്വാദം നടത്തി അതിന്റെ പേരിൽ ഒരു ഡിബേറ്റ് നടത്തി പോകില്ല. അദ്ദേഹം ആ നയം വിശദീകരിക്കട്ടെ. ആ നയത്തോട് എന്ത് കാരണത്താൽ വിയോജിപ്പുണ്ട് എന്ന് പറയാൻ പിന്നീട് സമയമുണ്ടല്ലോ. അതുകൊണ്ട് ദയവായിട്ട് മുഖ്യമന്ത്രി ആ നയം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അവകാശം നമ്മൾ വിശദീകരിക്കട്ടെ. സർ, നയം വിശദമാക്കുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെയൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതിവിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കുകയാണ്. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ദയവായിട്ട് അത് കേൾക്കൂ. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടരും. സാർ, ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഴങ്ങാം. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആയി അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് വഴങ്ങാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അങ്ങയുടെ അടുത്തിരിക്കുന്ന ഈ അംഗം ബഹളം ഉണ്ടാക്കിയതുപോലെ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പം ഞാനിരിക്കും. അപ്പം അങ്ങ് ഇരുന്ന് തരും, അങ്ങ് എനിക്ക് വഴങ്ങി. ഞാൻ എപ്പോഴെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി, അന്നെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു അങ്ങ് വഴങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. അങ്ങേ പോലെ ഒരാൾക്ക് യോജിച്ചല്ല. ഐ ആം ഓൺ മൈ ലെഗ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. ആ പാർലമെന്ററി വേർഡ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ പ്രസംഗിച്ചത് എനിക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. സാർ, ഇതിൻ്റെ അകത്തെ പോയിന്റ്, ഞങ്ങളൊരു പുതിയ ഇക്കണോമിക് മോഡൽ ഉണ്ടാക്കിയ അത് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് ചെയ്യാൻ പറ്റുന്നത്. സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ ഉണ്ടാകണം. പറ്റാവുന്ന എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപം ഉണ്ടാകണം. പറ്റാത്തടുത്ത് ഉണ്ടാവില്ല. പറ്റാവുന്നിടത്ത് എല്ലായിടത്തും ഉണ്ടാവണം. ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവ് നടത്തിയത്? 500 കോടി രൂപ കൂടുതൽ കൊണ്ടുവരുന്ന ആളുകളെ പൊന്നാട അണിയിച്ചത് എറണാകുളത്ത് വെച്ചിട്ട് ഞാനുണ്ടായിരുന്നല്ലോ. ഞാൻ ആ വേദിയിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ ആകർഷിക്കാനുള്ള ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ മുഴുവൻ നടപടികളെയും പൂർണ്ണമായ പിന്തുണ കൊടുത്ത ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ പൂർണ്ണമായ പിന്തുണ മുഴുവൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പഴയ വ്യവസായ മന്ത്രി അന്ന് വന്നപ്പോൾ
അത് ഞങ്ങൾ വന്ന് പൂർണ്ണമായ പിന്തുണ കൊടുത്തു. കാരണം ഇൻവെസ്റ്റ്മെന്റ് വരണം. ഞങ്ങൾ പറഞ്ഞു മെസ്സേജ്, ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു ട്രേഡ് യൂണിയൻ പ്രശ്നമില്ല, ട്രേഡ് യൂണിയൻ മിലിറ്റൻസി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭയപ്പെടണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവും കൂടി ആ മീറ്റിംഗിൽ വന്ന് പറഞ്ഞു. നിങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു കാലത്തും. കാരണം ഇവിടെ ഉണ്ടാകണം, കേരളം നശിക്കരുത്. അപ്പൊ ഇക്കണോമിക് മോഡൽ ഉണ്ടാവും. ആ ഇക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രവാസികളുടെ ഇൻവോൾവ്മെന്റ് കൂടിയാണ്. സാർ, അവർക്കൊരു പങ്കാളിത്തം വേണ്ടേ? നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ നമ്മൾ എപ്പോഴും പറയും അത് റെമിറ്റൻസ് ആണ്. എന്നിട്ട് എന്താ ഗുണം? സ്റ്റേറ്റിന് ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ ആക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ടോ? സാർ, അവരയക്കുന്ന ആ റെമിറ്റൻസ് ഇക്കോണമിയെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയാക്കി മാറ്റണം. പ്രവാസികളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് ഈ ബജറ്റിലെ ഏറ്റവും സുപ്രധാനമായ വാക്കതാണ്. റെമിറ്റൻസ് ഇക്കോണമിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്കോണമിയിലേക്ക് പോകും. സാർ, വൻകിടക്കാരൊക്കെ വന്ന് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാർ, ഇടത്തരക്കാർ, സാധാരണക്കാർ നമ്മുടെ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഗവൺമെന്റ് ഒരു മോഡൽ, ഗവൺമെന്റ് ലാൻഡ് കൊടുക്കും. ലാൻഡാണ് ഗവൺമെന്റിന്റെ ഇക്വിറ്റി. ബാക്കി പണം അങ്ങനെ സമാഹരിക്കണം. സാർ, ഒരു 25,000 രൂപ മുതൽ അവർ 5 ലക്ഷം രൂപ വരെ ഷെയർ ആയിട്ട് അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. സാധാരണക്കാർ, ഇടത്തരക്കാർ ചെയ്യട്ടെ. 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ പണി നിർത്തി ഇവിടെ വരുമ്പോൾ അതിന്റെ 10 ഇരട്ടിയായി അതിന്റെ വാല്യൂ കിട്ടും. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അയാൾ റിട്ടയർ ചെയ്ത് ഇവിടെ വരുമ്പോൾ ആ ഷെയറിന്റെ വാല്യൂ കൂടും. കെ കരുണാകരൻ ഉണ്ടാക്കിയ സിയാൽ മോഡൽ എന്തെല്ലാം വിമർശനങ്ങളാണ് സാർ ഉണ്ടായത്? എന്താ ഉണ്ടായത്? ഇന്ന് ആ ഷെയറിന്റെ വാല്യൂ എത്രയാണ്? സിയാലിന്റെ വാല്യൂ, ഷെയറിന്റെ വാല്യൂ എത്രയാണ്? അതിൽ നിക്ഷേപിച്ച ആളുകൾക്ക്, അതിൽ കുറെ ഉന്നതരായ ആളുകളാണ്. അവർ മാത്രം പോരാ സാർ, സാധാരണക്കാരായ പ്രവാസികളെ നിക്ഷേപകരാക്കി കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കി മാറ്റണം. സാർ, ഞങ്ങൾക്കതെല്ലാം പ്ലാൻ ഉണ്ട്, ഞങ്ങളതെല്ലാം കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൗസിംഗ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, എൽഡർലി അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റീസ്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ്. ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ആ എംപ്ലോയബിൾ ആയിട്ടുള്ള ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അവർ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതികളിൽ എത്ര പണം വരും സാർ? പണം വരണ്ടേ? അവർ ഇടത്തെ നമ്മുടെ സാധാരണക്കാരായ പ്രവാസികൾ തിരിച്ചിവിടെ വന്നാൽ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നവരെ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന പദ്ധതികളാണ് സാർ ഞങ്ങൾക്കുള്ളത്. സാർ, ഈ ഗവൺമെന്റ് AI ഒക്കെ പറഞ്ഞു, AI ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത്. അതിലുപയോഗിക്കേണ്ടി വന്നില്ല, വൈറ്റ് പേപ്പർ. പക്ഷേ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ സർക്കാർ ഉപയോഗിക്കും. സാർ, ഞങ്ങളുടേത് ഡാറ്റ ഡ്രിവൻ ഗവേണൻസ് ആയിരിക്കും. കംപ്ലീറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, മന്ത്രിമാരുടെ ഓഫീസിൽ മുഴുവൻ ഓരോ കാര്യത്തിലും നടക്കുന്നത് എന്താണ് എന്ന് അവിടെ അറിയാൻ പറ്റും സാർ. ഒരു വില്ലേജ് ഓഫീസിലെ കളക്ഷൻ അറിയാൻ പറ്റും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ GSTയുടെ കളക്ഷൻ അറിയാൻ പറ്റും. ഒരു ഇൻവെസ്റ്റർ വന്നാൽ ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചെയർമാനും വ്യവസായ മന്ത്രി ഡെപ്യൂട്ടി ചെയർമാനും. സാർ, ഒരു നിക്ഷേപകൻ വന്നാൽ ഞങ്ങൾ അയാളോടൊരു ഗോ ഹെഡ് പറഞ്ഞാൽ 1 മാസത്തിനകം എല്ലാ ക്ലിയറൻസും നൽകുമെന്ന് പറഞ്ഞാൽ അയാളെ യാത്രയാക്കിയിട്ട് 6 മാസം കഴിയുമ്പോൾ അയാൾ അന്വേഷിക്കുന്ന പരിപാടിയല്ല. ഞങ്ങൾ ഓരോ ദിവസവും വാച്ച് ചെയ്യും. അയാൾക്ക് GST ക്ലിയറൻസ് കിട്ടിയോ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് കിട്ടിയോ? LSED ക്ലിയറൻസ് കിട്ടിയോ? എന്താണ് തടസ്സം എന്ന് ഞങ്ങൾ വാച്ച് ചെയ്യും സാർ. ഞങ്ങളുടെ ഓഫീസിലിരുന്ന് ഒരു നിക്ഷേപകനും സങ്കടമായി, നിരാശരായി ഈ കേരളത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരില്ല. ഓരോ വകുപ്പുകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടുകൂടി ഈ സംസ്ഥാനം ഇതുവരെ കാണാത്ത ഒരു ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് കേരളത്തിൽ ഉണ്ടാവും. സാർ, ഞാൻ നേരത്തെ പറഞ്ഞു ലീക്കേജ് ഫ്രം ദി എക്സ്ചക്കർ, 100 കോടി രൂപയുടെ ഒരു പദ്ധതി, 2 കൊല്ലം കാലാവധി. സാർ, 10 കൊല്ലം കഴിഞ്ഞാൽ തീരൂല. 100 കോടി ഈ 2 കൊല്ലത്തെ കാലാവധിക്ക് ലാൻഡ് എടുത്ത് കൊടുക്കൂല. അപ്പൊ എന്താ? കോൺട്രാക്ടർ രക്ഷപ്പെട്ടു. ആർബിട്രേഷൻ പോകുമ്പോൾ കോൺട്രാക്ട് പറയും 2 കൊല്ലമായിരുന്നു കാലാവധി. എല്ലാ ഗവൺമെന്റുകളും, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, എല്ലാ ഗവൺമെന്റുകളും. അപ്പോൾ അയാൾക്ക് ആർബിട്രേഷനിൽ പോയി കോടികൾ കിട്ടും. 100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലമാവുമ്പോൾ അതിന് 500 കോടി രൂപ മുതൽ 1000 കോടി രൂപ വരെയാവും. 2 കൊല്ലം കൊണ്ട് തീർക്കാൻ. ഒരു പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലോ, ഒരു പ്രൈവറ്റ് സെക്ടറിലെ CEO ഒരു മാനേജറെ വിളിച്ചിട്ട്
ഈ പ്രോജക്റ്റ് 1 വർഷം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ 366-ാമത്തെ ദിവസം അത് ചെയ്തില്ലെങ്കിൽ അയാൾ അവിടെ ഉണ്ടാവില്ല. അക്കൗണ്ടബിലിറ്റി ഇല്ല, സിസ്റ്റം ഇല്ല. അതിന് സിസ്റ്റം ഉണ്ടാക്കി ഞങ്ങൾ. പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന് പ്രോട്ടോകോൾ ഉണ്ടാക്കി, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി, ഉത്തരവാദിത്വം ഉണ്ടാക്കും. ലാൻഡ് എടുത്തു കൊടുക്കാൻ സാർ 500-ഓ 1000-ഓ 2000-ഓ സർവേയർമാരെ വെക്കട്ടെ സാർ. അതിന് ഉണ്ടാക്കുന്ന ചെറിയ തുകയാവുള്ളൂ. ലാൻഡ് എടുത്തു കൊടുക്കാത്തതിന്റെ പേരിൽ എക്സ്ചക്കറിൽ നിന്ന് കോടികളാണ് പോകുന്നത്. ഡിലേ ഇൻ ദ പ്രോജക്ട്സ്, ഡിലേ. എനിക്ക് 25 വർഷമായി, ഞാൻ പറഞ്ഞല്ലോ, MLA എന്നുള്ള അനുഭവമാണ്. സങ്കടം വരും സർ. ഞാൻ പണ്ട് ആദ്യം MLA ആവുമ്പോൾ കൊച്ചിയിൽ 36 കോടി രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി 98 തുടങ്ങിയതാണ്. 3 കൊല്ലം കൊണ്ട് തീരേണ്ടതാണ്. 2010-ലാണ് തീർന്നത്. 12 വർഷം കഴിഞ്ഞ് 36 കോടി രൂപയുടെ പദ്ധതി തീർന്നത് 172 കോടി രൂപയ്ക്കാണ്. ആരുടെ പണമാണ് സാർ? ആരുടെ പണമാണ്? ഞാനും നിങ്ങളും പാവപ്പെട്ടവരും അടയ്ക്കുന്ന നികുതി പണം. ചോർച്ച ഉണ്ടാകാൻ പാടില്ല. അതിനെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല സാർ. ഒരു നയാ പൈസയുടെ നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെയാണ് ആത്മവിശ്വാസത്തോടുകൂടി ഈ ഗവൺമെന്റ് പോകുന്നത്. GST അടക്കമുള്ള വകുപ്പുകളെ ഞങ്ങൾ ആധുനികവൽക്കരിക്കും, റീസ്ട്രക്ചർ ചെയ്യും. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ ടാക്സ് ഡ്രൈവ് നടത്തും, ചോർച്ച തടയും. ഒരുപാട് സാധനം കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് വിൽക്കുകയാണ് സാർ. വിൽക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? സംസ്ഥാനത്തിന്റെ വരുമാനം ചോരുകയാണ്. ജെനുവിൻ ടാക്സ് പെയർ ഒരു കട പൂട്ടി പോവുകയാണ്. ടൈല് കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിൽക്കാണ്. കർണാടകത്തിൽ നിന്ന് ടൈല് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ B2Bയും B2Cയും ബിസിനസ് ടു കസ്റ്റമറും കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഗവൺമെന്റിന്റെ നികുതി ചോർച്ചയല്ല, ഗവൺമെന്റിന് സ്ഥിരമായി നികുതി അടയ്ക്കുന്ന നിരവധി കടകൾ പൂട്ടിപ്പോവുകയാണ്. അതിന്റെ വിക്ടിം എന്ന് പറയുന്നത് ഗവൺമെന്റാണ്. അതൊന്നും ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും സമ്മതിക്കില്ല സാർ. സാർ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. SC/ST അലോക്കേഷൻ കുറവാണെന്ന് പറഞ്ഞു സാർ. കുറവുണ്ടായി. നേരത്തെ പറഞ്ഞല്ലോ 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,000 അദ്ദേഹം പറഞ്ഞു, സമ്മതിച്ചു. 20,500 കോടി ഇല്ല. 14,000 ചില്ലാൻ കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും ഇല്ല. പിന്നെ 2.8% അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ 16-ാം ധനകാര്യ കമ്മീഷൻ തന്നേക്കും. 2.32 കിട്ടിയില്ല. അപ്പോൾ 5,000 കോടി പോയി. വേറെ 600 കോടി ഗ്രാൻഡ് പോയി. 35,000 കോടി രൂപയുടെ പ്ലാൻ നടപ്പാക്കാൻ വന്ന ഞങ്ങൾ വന്നപ്പോൾ 20,500 കോടി ഇല്ല. ഞങ്ങൾ എന്നിട്ട് എന്താ ചെയ്തത്? ആ 20,000 കോടി രൂപ ഡൗൺ സൈസ് ചെയ്തോ? ഇതിൻ്റെ അകത്ത് പ്ലാനിലില്ല. 5,000 കോടി കുറച്ചു. ആ കുറവുണ്ട് സാർ, ആ കുറവുണ്ട്. എന്നിട്ട് ബാക്കി 15,000 കോടി രൂപ കണ്ടെത്തുകയാണ് ഗവൺമെന്റ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? പട്ടികജാതി പണ്ട് പറഞ്ഞിട്ടുണ്ട് അസംബ്ലിയിൽ, ആ കസേരയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കുറവ് വരുത്തരുത്. അങ്ങ് 35,000 കോടി രൂപയുടെ പ്ലാൻ നടത്തുമായിരുന്നെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര കിട്ടുമായിരുന്നു? അതിന് ഞങ്ങൾ അഡീഷണലായി SEP-യിൽ 527 കോടി രൂപയും TSP-യിൽ 152 കോടിയും വെച്ചു. ഫിഷറീസ് 70 കോടി രൂപ കുറഞ്ഞു, ശരിയാണ്. 50 കോടി രൂപ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. 50 കോടി പ്ലസ് ഞങ്ങൾ മണ്ണെണ്ണയ്ക്ക് 25 രൂപയിൽ നിന്ന് 40 രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുണ്ടായിരുന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. സാർ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മണ്ണെണ്ണയുടെ വില 120, 130, ഇപ്പം 140 മനസ്സിലായില്ലേ? 40 രൂപ ഉണ്ടായിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പോൾ ഞങ്ങൾ 75 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. അവരുടെ ഡീസലിൻ്റെ കാര്യം കൂടി ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അവരെയൊക്കെ ഞങ്ങൾ ചേർത്ത് നിർത്തും, ഒരു സംശയവും വേണ്ട. LSCD ഫണ്ട് അലോക്കേഷൻ കുറവാണ് അല്ലേ? ഒരു ആരോപണം വന്നാണ് ഇവിടെ. കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായല്ലോ. എന്നിട്ട് എവിടെ പോയി 3-ാം ഗഡു? കൊടുത്തില്ല. 3-ാം ഗഡു കൊടുക്കാതെയാണ് അധികാരത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയത്. 3 ഗഡുവായിട്ടാണ് കൊടുക്കേണ്ടത് LSCD ഗ്രാൻഡ്. 3-ാമത്തെ ഗഡു കൊടുത്തില്ല. ആ 6,000 കോടി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് എടുത്താൽ 2,000 കോടി കൊടുത്താൽ പോരായിരുന്നോ? കൊടുത്തില്ല. ഞങ്ങൾ കൊടുക്കണം. ഇനി ആ 3-ാം ഗഡു എത്ര ബില്ലാണ് ലോക്കൽ ബോഡിക്ക് പേ ചെയ്യാനുള്ളത്? കൊടുത്തില്ല സാർ. പിന്നെ ഒരു വലിയ സാധനമാണ്, കുറേ നാൾ ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷൻ്റെ അരിയസ്. സാർ, ഞങ്ങളിവിടെ പല പ്രാവശ്യം വിശ്വനാഥൊക്കെ പല പ്രാവശ്യം ഇവിടെ വായിച്ചിട്ടുണ്ട്. 2016 കഴിഞ്ഞിട്ട് ശ്രീ തോമസ് ഐസക്, അന്നത്തെ ധനകാര്യമന്ത്രി, ഇറക്കിയ വൈറ്റ് പേപ്പർ. ആ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്
സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആകെ കുറവ് ഒരു 3 മാസം കൊടുത്തില്ല. കാരണം ഭരണപരമായ നടപടിക്രമങ്ങൾ മാറുന്നതിൻ്റെ ഇടയിലായിരുന്നു അത് ചെയ്തത്. അതുകൊണ്ടാണെന്നും തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട് 806 കോടി രൂപയുടെ കുറവായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഒരു കാലത്തും ഇത് വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഒരു കളവ് 18 മാസം മുടങ്ങിയെന്ന് പറയാം. മാത്രമല്ല നിങ്ങളുടെ കാലത്ത് നിങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നിങ്ങളുടെ കാലത്ത് 4 മാസം ഇവിടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായെന്ന് റൂൾ 300 പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പറഞ്ഞതാണ് കുടിശ്ശിക തീർക്കുമെന്ന്. ഇനി ഇപ്പോഴത്തെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയോ? പെൻഷൻ KSSPL പെൻഷന് വേണ്ടി ഉണ്ടാക്കിയ എക്സ്ട്രാ ബഡ്ജറ്ററി മെക്കാനിസമാണ്. അവരുടെ കടം എത്ര എന്നറിയാം? കൊടുക്കാനുള്ളത് 17,175 കോടി. സർ, ഒരു മാസത്തിൽ ആവറേജ് കൊടുക്കേണ്ടത് 1,100 കോടി രൂപയുടെ പെൻഷനാണ്. 1,100 കോടിയുടെ പെൻഷൻ. ഈ 17,175 കോടി രൂപയുടെ കടം ഈ സർക്കാരിൻ്റെ തലയിലാണ്. അതായത് 16 മാസത്തെ ബാധ്യത, കഴിഞ്ഞ 16 മാസത്തെ ബാധ്യത തീർക്കേണ്ടത് ഈ സർക്കാരാണ്. 18 മാസത്തെ കുടിശ്ശിക കഥ പറഞ്ഞവരോട് എൻ്റെ മറുപടിയാണ് 16 മാസത്തെ ഈ സർക്കാർ കൊടുത്തു, പണം കൊടുത്തത് ശരിയാണ്, പണം കൊടുത്തു. പക്ഷെ കടം മേടിച്ചാണ് കൊടുത്തത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞേക്ക് ഈ കടം എടുത്തോളാൻ, നിങ്ങൾ വീട്ടിക്കോളാൻ, ഞങ്ങൾ വീട്ടിക്കോളാൻ. അങ്ങ് എഴുന്നേറ്റ് പറ, അങ്ങ് എഴുന്നേറ്റ് മറുപടി പറ. ഞാൻ റെഡിയാണ്. അങ്ങ് അവിടെ ഇരുന്ന് പറയണ്ട, അങ്ങ് എഴുന്നേറ്റ് പറഞ്ഞോ, ഞാൻ വഴങ്ങാം. ഈ നേരത്തെ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കേരളം പണ്ട് ചന്ദ്രശേഖരന്റെ കാലത്ത് പിന്നെ സ്വർണം കൊണ്ട് വിറ്റതുപോലെ മൻമോഹൻ സിംഗ് വന്ന സമയത്ത് ഉള്ള സ്ഥിതി കേരളമായെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സ്റ്റേറ്റ് ഇപ്പം അങ്ങ് മുഖ്യമന്ത്രിയാണ്, അതിനു മുമ്പത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഒരു സ്ഥിതിയെ സംബന്ധിച്ച് അത്രയും മോശമായിട്ട് പറയാൻ പാടില്ല. ഇത് ജൂൺ 16 ഇറങ്ങിയ സ്റ്റേറ്റ് ഫൈനാൻസസിനെ സംബന്ധിച്ച് 10 വർഷത്തെ ഫൈനാൻസ് സംബന്ധിച്ച് CNDG ഇറക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഫിസ്ക്കൽ ഈ ടാക്സ് കളക്ഷനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട 6 സംസ്ഥാനങ്ങളിൽ 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. 60% സ്വന്തം നമ്മുടെ റവന്യൂ. ഇതെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളുള്ളപ്പോൾ അപ്പുറത്ത് വരികയും അപ്പുറത്തൊക്കെ വരാം. പക്ഷേ ആ വസ്തുതകൾ മൊത്തം ഇവിടെ കടവായി പോയി എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ 6 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. 6 ലക്ഷം കോടിയില്ല, 4,80,000 കോടിക്ക് അടുത്താണ് CNDG റിപ്പോർട്ട്. 5,07,000 എന്നാണ് നിങ്ങളുടെ ഫൈൻഡിങ്. പിന്നെ 48,000 കോടിയാണ് കടമെന്ന് പറഞ്ഞതിനകത്ത് 36,000 കോടി രൂപ DADR കുടിശ്ശികയാണ്. ഞങ്ങളത് 4 ഗഡുവായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്തെ ഭാഗമായിട്ട് 12,000 കോടിയിലധികം ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് റെക്കോർഡിൽ കിടക്കുന്നതല്ലേ. കേരളം ഇതേപോലെ സ്വർണം കൊണ്ട് വിറ്റതുപോലെ സ്റ്റേറ്റ് ആകെ അങ്ങനെ ആയി എന്ന് പറയുന്നൊരു സ്ഥിതി വന്നതുകൊണ്ടാണ്. ഇത് CNDG റിപ്പോർട്ടാണ്, ഞാൻ വേറെ റിപ്പോർട്ട് കൊണ്ടുവന്നല്ല സാർ. പിന്നെ അങ്ങ് പറഞ്ഞ ഈ കണക്കെല്ലാം അനുസരിച്ചാണല്ലോ പെൻഷൻ കമ്പനിയോട് ഉൾപ്പെടെ പറഞ്ഞത്. പെൻഷൻ കമ്പനി ഉൾപ്പെടെ ഉള്ളത് എല്ലാം കൂടിയാണല്ലോ ഈ 48,000 എന്ന് പറയുന്നത്. നേരത്തെ 1,4 ലക്ഷം കോടി ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഒരു കടമെടുത്താലും ആ കടം 3.5%-നകത്തല്ലേ ഉള്ളൂ. 3.5%-നകത്തല്ലേ വരൂ. 3.5%-ന് അപ്പുറം വരില്ല. അങ്ങ് പറയുന്നത് എന്താ? റിസർവ് ബാങ്ക് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻസ് കമ്മീഷൻ്റെ കണക്കനുസരിച്ച് നമുക്ക് 3.5 എടുക്കാൻ പറ്റൂ. 3.5 അധികം പെൻഷൻ കമ്പനിയുടെയും പിന്നെ നമ്മുടെ കിഫ്ബിയുടെയും വന്നതിന് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ 4,730 വെച്ച് ഓരോ വർഷം കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എടുക്കാമെന്ന് പറയുന്നൊരു ലിമിറ്റിനപ്പുറം സ്റ്റേറ്റിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങ് പറയുമ്പം വേറെ എവിടുന്നോ ഇങ്ങനെ ഉണ്ട്. നല്ല നമുക്ക് എല്ലാം കൂടി എടുക്കാവുന്ന കടം എന്തിനാ പെൻഷൻ കമ്പനി എടുക്കുന്നത്? അത് ഇപ്പം തിരിച്ചടയ്ക്കുന്നത് അത്ര ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒറ്റ കാര്യം കൂടി, പഞ്ചായത്തിന് പൈസ കൊടുക്കാത്തത് പൈസ പഞ്ചായത്തിന് കൊടുക്കാത്ത പണം ഫിനാൻസ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്ന ആ സമയമായപ്പോഴത്തേക്കും ഫിനാൻസ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി എഴുതി ഇലക്ഷൻ കമ്മീഷന് അയച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ്, അങ്ങയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം കിട്ടിയാലേ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം കിട്ടാത്തതുകൊണ്ടാണ് ആ പൈസ കൊടുക്കാൻ. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അത് കൊടുക്കുന്നതിന് ഇങ്ങനെ വേണമെന്ന് അപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കത്തയച്ചു. അല്ലേ, പ്രസംഗിക്കുമല്ല, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഈ പണം അതുകൊണ്ടാണ് ഇത് ക്ലാരിഫിക്കേഷൻ സാർ. ഞാൻ നിർത്തുകയാണ് സാർ. ആ പൈസ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഞങ്ങള് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഫൈനാൻസ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ പറയുമ്പോൾ സാർ ആ ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. ആരെങ്കിലും ഇങ്ങനെ വഴങ്ങോ സാർ? അങ്ങയുടെ പോയിന്റ് ക്ലിയർ ആക്കിയല്ലോ സാർ. ഈ പറഞ്ഞത് ശരിയല്ല. ഈ കടം 48,000 കോടിയല്ല. കിഫ്ബിയുടെ കടവും ഈ KSSPL കടം 48,000-ലല്ല 87,000 കോടിയാവും കടം.
പിന്നെ കിഫ്ബി കടമെടുത്തിരിക്കുന്നത് പലിശ 9 9+ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ ഞങ്ങൾ കൊടുത്തു, കുടിശ്ശികയില്ല. കൊടുത്തത് ഈ ഫണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ കുടിശ്ശിക മുഴുവൻ ഈ ഗവൺമെന്റിന്റെ തലയിലാണ്. ഈ ഗവൺമെന്റ് ഇവരുടെ 16 മാസം ഇവർ കൊടുത്ത പെൻഷൻ തുക ഈ ഗവൺമെന്റ് കൊടുക്കണം. 16 മാസം. സർ അതുപോലെ സർ, വനം വന്യജീവി സംഘർഷം ഒരു നടപടിയും സ്വീകരിച്ചിട്ടുണ്ടായില്ല. ഫണ്ട് അലോക്കേഷൻ ഉണ്ടായിരുന്നില്ല കാര്യമായി. ആ പണം ചെലവഴിച്ചിട്ടില്ല. കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല, മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല. സാർ, ഞങ്ങളുടെ ഗവൺമെന്റ് വനം വന്യജീവി സംഘർഷം പരിഹരിക്കാൻ പരമ്പരാഗതമായ സംവിധാനങ്ങളും ആധുനികമായ സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഞങ്ങളതിന് പരിഹാരം ഉണ്ടാക്കും. സാർ, ഫിഷറീസ് മേഖലയെ ഞാൻ നേരത്തെ പറഞ്ഞു, ചേർത്ത് നിർത്തും. ആ കൂട്ടത്തിൽ ഉൾനാടൻ മത്സ്യ തൊഴിലാളികളുടെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കും. സാർ, മലയോരത്തെ ജനങ്ങൾ വന്യജീവി സംഘർഷം കൊണ്ട്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവ് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. പലരും പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. അതിന് മലയോര വികസനത്തിനും അവിടെ മികച്ച പദ്ധതികൾ ഉണ്ടാക്കാനും ഈ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധിക്കും. സർ, നേരത്തെ രാവിലെ പറഞ്ഞപ്പോൾ PMCയെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. PMCയെ കുറിച്ച് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞു. പക്ഷേ ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ പ്രസാദ് പറഞ്ഞപ്പോൾ പറഞ്ഞു, RSSന്റെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെച്ചു നിങ്ങളെന്ന്. സാർ, RSSന്റെ വിഷസർപ്പങ്ങളുടെ മുന്നിൽ വച്ച വിളക്ക് കൊളുത്തിയ സർക്കാരാണ് നിങ്ങൾ. അത് കൊളുത്തിയതാണ്. നിങ്ങൾ ഒപ്പുവെച്ചു. അതെന്തിനാ? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണോ ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒപ്പുവെച്ചത്? പിൻവലിക്കാൻ വേണ്ടിയിട്ടാണോ ഒപ്പുവെച്ചത്? മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒപ്പുവെച്ചത്? സാർ, ഞങ്ങൾ വളരെ കൃത്യമാണ് പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ ആയപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അതൊന്നും നമ്മൾ വളരേണ്ട ആവശ്യമില്ല. സാർ, അതുപോലെ ഞാൻ ചില മറുപടികൾ പറയാം. ഇവിടെ വന്ന മറുപടികൾ ഇപ്പോഴും കേരളത്തിൽ PMC നടപ്പായിട്ടില്ല. ആ PMC നടപ്പാകാതിരിക്കുന്നത് ഈ പറഞ്ഞ മരവിപ്പിക്കൽ കാരണമാണ്. എന്തിനാണ് നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി വീണ്ടും ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, മരവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഒപ്പുവെച്ചത്? അല്ലല്ല, ഞങ്ങൾ നയപരമായി തീരുമാനിച്ചു നടപ്പാക്കേണ്ടതില്ല എന്ന്. ആ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം നടപ്പായില്ല. ഇപ്പോൾ നടപ്പാകാതിരിക്കുകയാണ്. ഇപ്പം നടപ്പാകാതിരിക്കുന്നത് എന്തിനാണ്? നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി, അല്ല, ഒന്നാമത്തെ കാര്യം എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. 1. 2, മരവിപ്പിച്ചു എന്നാ പറഞ്ഞാൽ മരവിപ്പിക്കാൻ പ്രൊവിഷൻ ഇല്ല. 2. 3, 7 മാസമായിട്ട് 8 മാസമായിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി കൂടി ഒരു തീരുമാനമെടുത്ത് ഇത് കേരളം നടപ്പിലാക്കില്ല എന്നൊരു കത്ത് കൊടുത്തില്ല. ഞാൻ അങ്ങേട്ട് തർക്കത്തിനില്ല. കൊടുത്തില്ല. രാവിലെ സംസാരിച്ചാണ്. അതിൽ നമുക്ക് സംവാദമാകാം, അതിൽ പ്രശ്നമില്ല. ഇതിൽ ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന് ശേഷം എന്തിനാണ് ഒപ്പുവെച്ചതെന്നാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ സർവശിക്ഷ അഭിയാന്റെ ഫണ്ട് തടഞ്ഞു വെച്ചത് 1500 കോടിയിലധികം രൂപയായിരുന്നു. ഇവിടെ കാണേണ്ടത് NEPയുടെ ഭാഗമായിട്ടുള്ള ആ പൊതുവിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് വേറെ വ്യത്യാസമില്ല. ആ നയം നടപ്പാക്കാൻ തയ്യാറല്ല. ഇവിടെ PMCയുടെ ഭാഗമായിട്ടൊന്നും നടപ്പാക്കാനുമില്ല. പക്ഷേ മറ്റേ ഫണ്ട് നമുക്ക് കിട്ടണമായിരുന്നു. സർവശിക്ഷാ അഭിയാൻ്റെ ഇമാതിരി ആളെയും കൊണ്ട് വെച്ചാൽ നിങ്ങൾ അപകടത്തിലാവും കേട്ടോ. ഇമാതിരി ആളുകളെ ഇവിടെ സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് നമുക്ക് കിട്ടാതിരുന്നാൽ നാം പ്രയാസത്തിലാകും. ആ പ്രയാസം കേരളത്തെ ആകെ ബാധിക്കുന്നതാണ്. അതൊഴിവാക്കുന്നതിനാണ് അതിൻ്റെ ഭാഗമായി ഒപ്പുവെച്ച് ആ പണം വാങ്ങാനുള്ള ശ്രമം നടത്തിയത്.
പക്ഷേ ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ ശ്രമം ശരിയല്ല എന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി അത് മരവിപ്പിച്ചു. ഇപ്പോൾ അതിവിടെ നടപ്പാകുന്നില്ല. 8 മാസമായി നടപ്പായിട്ടില്ല. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അല്ലല്ല, മുഖ്യമന്ത്രി 2 ചോദ്യത്തിനും മറുപടിയില്ല. അതായത് എന്തിന് ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ചു. അപ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം ഇതിലൊരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനത്തെ, പ്രത്യയശാസ്ത്രപരമായ നയപരമായ തീരുമാനത്തെ, RSS വിഷസർപ്പമാണ് എന്ന് പറഞ്ഞ തീരുമാനത്തെ മുമ്പിൽ കീഴടങ്ങി ഒപ്പുവെച്ചു. നമ്പർ 1. നമ്പർ 2, എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പാക്കുന്നു എന്ന ചോദ്യമാണ്. ഞങ്ങൾ നടപ്പാക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് എൻ്റെ 2ാമത് ചോദ്യം, എന്തുകൊണ്ട് ഇത് ഞങ്ങൾ ഇനി നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു കത്ത് കൊടുത്തില്ല 8 മാസമായിട്ട്? 2ഉം ചെയ്തില്ല. ഒപ്പുവെക്കുകയും ചെയ്തു, നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് കത്തും കൊടുത്തില്ല. നിങ്ങളൊരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങളും ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ഞങ്ങൾ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചു. ആ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ വെച്ചിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങളുടെ തീരുമാനം എന്താ? കരിക്കുലം ഫ്രീഡത്തിൽ തൊടാൻ സമ്മതിക്കില്ല. സെലക്ഷൻ ഓഫ് സ്കൂൾസ് ഞങ്ങൾ ചെയ്യും, ഗവൺമെന്റ് ചെയ്യും. ആ ഒരു സിലബസിലും തൊടാൻ കേന്ദ്ര ഗവൺമെന്റിനെ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു നെഗോസിയേഷനും പറഞ്ഞു. സാർ, അടുത്തത് സാർ ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ കക്ഷി നേതാവ് സംസാരിച്ചപ്പോൾ മറുപടി പറയണമല്ലോ. അസംബ്ലിയിലെ റെക്കോർഡിൽ കിടക്കാണ്. ബഹുമാനപ്പെട്ട BJP, അതാണ് നിങ്ങളല്ല, നേതാവിടെ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം, പറഞ്ഞു 63 സീറ്റുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ് അധികാരത്തിൽ. 63 സീറ്റ്. ഇത് തമ്മിത്തല്ലി പിളരും, പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. ശരി, 3 നേതാക്കന്മാരാണ് നിങ്ങൾ ജയിച്ചു വന്നത്. നിങ്ങൾ 3 പേരും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ അല്ലേ? 2 സീനിയർ നേതാക്കന്മാർ, ഒരാൾ 2ാമത്തെ ബെഞ്ചിലും ഒരാൾ 3ാമത്തെ ബെഞ്ചിലും ഇരുത്തിയിട്ടാണ് അങ്ങ് വന്ന് മുൻസീറ്റിലിരിക്കുന്നത്. ഭയങ്കര യോജിപ്പായതുകൊണ്ടാണല്ലോ, ആണല്ലോ. യെസ് സാർ. പിന്നെ CPM, കോൺഗ്രസിൽ ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നമാണ്. സാർ, ഞങ്ങൾ ഗവൺമെൻറ്റായിട്ട് പോവുകയാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്തില്ല. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ നടന്നു പോയിട്ടില്ല കേട്ടോ. അതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടിതാ ഇപ്പൊ CPM തകരാൻ പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ യോഹിച്ച് നിൽക്കണ്ട കേട്ടോ. അല്ല, CPM-ൽ എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയോ? ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടുള്ള ഞാൻ സംസാരിച്ചോട്ടെ സർ. ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ MLA-മാർ പറഞ്ഞപ്പോൾ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടിയതെന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ചൊക്കെ LDF അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതനായില്ലല്ലോ. ഞാൻ പ്രകോപിതനായില്ല. ഞാനത് ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു. സാർ, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രയേ ഉള്ളൂ. പറയുന്നത് അങ്ങാണ്.
അങ്ങെന്ന് പറഞ്ഞാൽ വി.ഡി. സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാനിവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഞാനത് അപ്പുറത്തുള്ള അംഗങ്ങൾ സംസാരിച്ചതിൻ്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എൻ്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എൻ്റെ പാർട്ടി, എൻ്റെ മുന്നണിയാണ്. എൻ്റെ പാർട്ടിയെക്കുറിച്ചും എൻ്റെ മുന്നണിയെക്കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സാർ ഇവിടെ ഗവർണറുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു. ഗവർണർ ആദ്യമായിട്ടാണ് ഇഷ്ടമുള്ള വൈസ് ചാൻസലറെ വയ്ക്കുന്നത്. ഗവർണർ ആദ്യമായിട്ടാണ് സെനറ്റിലേക്ക് സ്വന്തം അംഗങ്ങളെ ചേർക്കുന്നത്. ആദ്യമായിട്ട് അല്ലല്ല, കേരളത്തിൽ ആദ്യമായി. ബഹളം ഉണ്ടാക്കല്ലേ? കേരളത്തിൽ ആദ്യമായി ഗവർണർ. ഞങ്ങൾ അതിനെ എതിർത്തു. അങ്ങ് ബഹളം ഉണ്ടാക്കല്ലേ? ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു. ഗവർണറെ പ്രത്യേകമായ യോഗം ലോക്ഭവനിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അപ്പോൾ ഗവർണറുടെ സെക്രട്ടറി കത്തയച്ചു. അത് തൃപ്തികരമല്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഡിസ്പ്ലഷർ, അതൃപ്തി പ്രകടിപ്പിച്ച് തിരിച്ച് കത്തയച്ചു. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭാവിയിൽ പ്ലീസ്, അങ്ങക്ക് ശബ്ദം കൂടുതലാണ്, പക്ഷെ വേണ്ട ബഹളം. ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അയച്ചു. പിന്നെ ഞങ്ങളിത് VB റാംജിയിലെ 40 ഈ ബജറ്റിൽ ഒരിടത്തും കാണില്ല എന്ന് പറയല്ലോ കേന്ദ്രത്തിനെതിരായിട്ട്, ഇല്ലേ? ഓരോ വിഷയത്തിലല്ലേ പറയേണ്ടത്. VB റാംജി കേസ് വന്നപ്പോൾ അതിൽ ഇതുവരെ ഉണ്ടാകാത്ത കോൺട്രിബ്യൂഷൻ കൊടുക്കണം, 40% ആക്കണമെന്ന് പറഞ്ഞു. 10,000 കോടി രൂപയോളം, 2,500-3,000 കോടിയോളം വരികയാണ്. അവിടെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ കേന്ദ്രവുമായി യുദ്ധപ്രഖ്യാപനം, ഞങ്ങൾ അതിലൊന്നുമില്ല. തെറ്റായ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്താൽ ഞങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനൊഴില്ല, എല്ലാ കാര്യത്തിലും ഞാൻ വഴങ്ങുന്നത്. ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ അതിനെതിരായിട്ട് ഞങ്ങൾ നിലപാടെടുക്കും. തെറ്റായ, അതായത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെതിരായി, ഈ ഗവൺമെന്റിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കും. ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ, വൈറ്റ് പേപ്പറിൽ, ബഡ്ജറ്റിൽ എല്ലാ ദിവസവും കേന്ദ്രത്തിനെതിരായി യുദ്ധപ്രഖ്യാപനം. അതല്ല ഞങ്ങളുടെ സമീപനം, അതല്ല. തെറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെയെന്ന് നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടേത് വ്യത്യസ്തമായ നയവും ഞങ്ങളുടെ വ്യത്യസ്തമായ സമീപനമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം ലിക്കറിന് ടാക്സ് കൂട്ടി, കുറച്ചു ടാക്സ് ഏർപ്പെടുത്തി ബർക്കാഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്, എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നാണെന്നറിയോ? അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പം എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ്, ഗണ്യ കാണുക. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞതു പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? ബർക്കാഡി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ഇനി കേട്ടോ. അല്ലല്ല രണ്ടാമത്തെ ബർക്കാഡി രണ്ടാമത്തെ ആരോപണം എന്താ? രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ, ഇപ്പോഴും പറഞ്ഞു, യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും. യുവതലമുറ ഇല്ലാതാവും, സ്ത്രീകളും കുട്ടികളും ആവും. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25, LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. തീരുമാനിച്ചാണ് കേട്ടാ. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം ഇനി കേട്ടോ. രണ്ടാമത് വന്ന കേട്ടോ, മുഴുവൻ കേക്ക്, ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബർക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം
അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാഡി, ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാഡി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോളാണ് അടങ്ങിയിരിക്കുന്നത്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെൻമെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ ചട്ടത്തിൽ അമെൻമെന്റ് നടത്തി. അമെൻമെന്റ് നടത്തി. ഇനി ഞാൻ പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഇനിയുണ്ട്, രസകരമായ കാര്യങ്ങളുണ്ട്. അമെൻമെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ബക്കാഡി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോൾ ബിയറിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 116%, വൈനിൻ്റേത് 86%. ഇതിൻ്റെ ഇടയിലൊരു ടാക്സ്, അതിൻ്റെ നടപടി കൊടുത്തില്ല. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അല്ല കേക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാമായി അതിൻ്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുള്ളത്. ഇനി കേട്ടോ അല്ലല്ല കേൾക്ക്. അല്ല, ഞാൻ ഇത് പറഞ്ഞു തീർന്നിട്ടേ ഇരിക്കുള്ളൂ. അങ്ങക്ക് വഴങ്ങുള്ളൂ. അങ്ങ് പ്രസംഗിക്കണ്ട, ഞാനാണ് പ്രസംഗിക്കുന്നത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അടുത്തത് ഈ 86-നും 116-നും ഇടയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളെന്താ ചെയ്തത്? നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനമെടുത്തെന്നാണ്. കേൾക്കണേ, അതൊക്കെ മറുപടി കേൾക്ക്. അതിങ്ങനെ ഓടിപ്പോയി 7 ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലേയാഴ്ചയാണ്. തലേ ദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത്, ആണല്ലോ. എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ശരവേഗത്തിലാണ് പോണത്. കാരണം ഡിസിഷൻ വന്നാൽ ആ ഡിസിഷൻ എല്ലാവരും വേഗത്തിൽ കണ്ടിട്ട് എല്ലാ ടാക്സും തീരുമാനിക്കണം. അങ്ങനെ ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. തീരുമാനിക്കുന്നു ശരവേഗം. അതായത് സാധാരണ ഈ അഴിമതിയിൽ പറയുമല്ലോ, ഭയങ്കര സ്പീഡായിരുന്നു. ഇത് കേരളത്തിലെ ഒരു ടാക്സ് നിശ്ചയിക്കാൻ ഫയല് പോകേണ്ടത് അങ്ങനെ തന്നെയാണ്. വേഗത്തിൽ പോയിട്ടാണ് രാത്രി 12 മണിക്ക് മുമ്പാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്ത് അവർക്ക് കൊടുത്ത് 1 മണിക്കാണ് ഇത് പ്രിന്റിങ്ങിന് പോകണം. ഇനി ഞങ്ങളിതെന്താ തീരുമാനിക്കുക? മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾ ബഹളം ഉണ്ടായിക്കോ. ഇത് ഞങ്ങളെന്താ തീരുമാനിക്കാൻ കാര്യം? അവർ പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചത്. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ 175% വെച്ചു. 175%. ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്. ഏറ്റവും കൂടിയ ടാക്സ് കേരളത്തിലാണ്. ഏറ്റവും കൂടിയ ടാക്സ് കേരളത്തിലാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി അറിയണം. ഈ ടാക്സ് ഏർപ്പെടുത്തുന്നതിനെ പറ്റിയല്ലേ പറഞ്ഞത്? നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി, ഇപ്പോഴത്തെ അല്ല, അതിനേക്കാൾ മുമ്പുള്ള ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. പുതിയ ടാക്സ്. എന്തിനാണെന്നറിയാമോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം, മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. അതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയാമോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വൈന് 86, ബിയറിന് 116. ഇതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40% മുതൽ 60% വരെയാണ്. 60% വരെ, 40% മുതൽ 60% ഹൈ. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. 2018-19 അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോൾ ഇവരുടെ ഗവൺമെന്റ്, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി, കൊണ്ടുവന്ന ടാക്സ് എത്രയെന്നറിയാം? 78%. 78%. എന്നിട്ട് 2022-23 ഇപ്പോൾ 251% വരെയുണ്ട് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോൾ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%, ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെയും ഷീവാസ് റീഗലിന്റെയും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്തത്? ആണോ? അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെയും ഷീവാസ് റീഗലിന്റെയും
കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%, 60% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം മേടിച്ചത്? അത്രയേ ഉള്ളൂ. ഞാൻ ഇനി പറയാം ഞങ്ങൾ എന്താന്ന് പറയാം. ഞങ്ങൾ അല്ലല്ല, ഞാൻ തീർന്നിട്ടില്ല, ഞാൻ തീർന്നിട്ട് പറയാം. ഒരു പുതിയ കാറ്റഗറി വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഗവൺമെന്റ് കണ്ടിന്യൂഷൻ ആണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120% മുതൽ 120ഉം 175 2 ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിൻ്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ പാർട്ടിയിൽ ആലോചിച്ചില്ല, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞല്ലോ ഇവിടെ, അവിടെ ആലോചിച്ചില്ല. ഒരു ഡിപ്പാർട്ട്മെന്റും ധനകാര്യമന്ത്രിക്ക് അറിയാം, ടാക്സ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുമോ? അവരുടെ പ്രപ്പോസൽ മേടിക്കും, അവരുമായിട്ട് സംസാരിക്കില്ല അല്ലേ? ഞാൻ ഈ ലിജു എൻ്റെ മുറിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കും എന്ന് പത്രവാർത്ത കണ്ടിട്ട് ഞാൻ ലിജുവിനോട് ചോദിച്ചിട്ട് നീ വരുന്നില്ലേ? നീ എന്ന് വെച്ചാൽ അവൻ എൻ്റെ അനുജനാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പാവം പറയാം 2-3 കാര്യം പറയാനുണ്ടായിരുന്നു. ഈ വാർത്ത വന്ന കാരണം എനിക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നതാണ്. ഇതാണ് സ്ഥിതി അല്ലേ? ഇതാണ് സ്ഥിതി. ഇനി ഈ ഞങ്ങൾ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് ഫയല് കൊണ്ടുകൊണ്ട് KPCC പോവില്ല. അത് മനസ്സിലായല്ലോ. പണ്ടത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയല് ചുമന്നുകൊണ്ട് AKG സെന്ററിൽ പോയിരുന്നത് പോലെ ദൈനംദിന ഭരണത്തിൽ ഒറ്റ കോൺഗ്രസ് മന്ത്രി, ഒരു ഘടകകക്ഷിയുള്ള മന്ത്രി അവരുടെ പാർട്ടി ഓഫീസിലേക്ക് ഫയലുമായിട്ട് പോവില്ല. ബട്ട് വെൻ ഇറ്റ് പോളിസി കംസ്, I will go to PCC office and I will discuss with our PCC president and ask him to convene a meeting of the concerned committee. എന്നിട്ട് ഞങ്ങൾ ഘടകകക്ഷികളായിട്ട് സംസാരിക്കും. ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളൊരു പോളിസി ഉണ്ടാക്കും. ടാക്സ് നിശ്ചയിക്കുന്ന ഫയലും ബാക്കിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫയലുമായിട്ട് പാർട്ടി ഓഫീസിൽ പോകുന്ന പരിപാടി മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചു മാറ്റി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അംഗീകാരം മേടിക്കുന്ന പരിപാടിയൊന്നും ഈ ഗവൺമെന്റിലുണ്ടാവില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സാർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാർ ബാറിന്റെ ഇവിടെ CAG റിപ്പോർട്ട് പറഞ്ഞു. CAG റിപ്പോർട്ടിൽ വേറെ ഒരുപാട് കാര്യമുണ്ട്, ഞാൻ പറയില്ല. കഴിഞ്ഞ 100 കോടി രൂപ കുറഞ്ഞു ബാറിൽ നിന്ന്. ഇനി വേറൊരു കാര്യം, മദ്യത്തിന്റെ വ്യാപനം അരുത്. കാര്യം ഈ സർക്കാർ നമ്മളോട് ഉപദേശിക്കുകയാണ്, മദ്യം വ്യാപിപ്പിക്കും. ഇവിടെ 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോൾ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്ര 900 ചില്ലാൻ ബാറായി. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. ബീവറേജ് കോർപ്പറേഷന്റെ അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് വെക്കുന്നത്. മനസ്സിലായില്ലേ? 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. മദ്യം വ്യാപിപ്പിക്കരുത്. മദ്യം വിഷമാണ്. ഇതൊക്കെ ഞങ്ങൾ ഇതിന്ന് അങ്ങനെയൊന്നും പറയാത്തതാണ്. പക്ഷേ എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മറുപടി കൊടുക്കേണ്ടത് അല്ലേ? എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ എത്ര പ്രാവശ്യം മേടിച്ചു എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കില്ല. സർ, ഈ ബജറ്റ് ഒരു വലിയ തുടക്കമായി. ഞങ്ങൾ ഈ കേരളത്തെ മാറ്റി എഴുതും. ഈ നാടിൽ വളർന്നു വരുന്ന തലമുറ അവര് പ്രതീക്ഷയോടുകൂടി ഞങ്ങളെ കാത്തിരിക്കുക. അത് വിറ്റ് ശീലമുള്ളവർ ആണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർ, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ യുവതലമുറയും വിദ്യാർത്ഥികളുടെ തലമുറയും. അവരുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഡെലിവറി ഉണ്ടാവും. ഇപ്പൊ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് ഡെലിവറി ഉണ്ടാവും.
കൃത്യമായ ഡെലിവറി, അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട സാർ. ആ കാര്യം കേരളത്തിലെ ജനങ്ങൾക്കും ഈ നിയമസഭയ്ക്കും ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ ബജറ്റ് സാർ അത് ഈ സഭ അംഗീകരിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതിലുള്ള ഉപക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം കൂടി അവതരിപ്പിക്കാറുണ്ട് സാർ. ഞാൻ പറയാം ഞാൻ പറയാം. ഇല്ല പാസ്സാക്കല്ല ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു കാര്യം കേൾക്കുന്നു സാർ ഒരു പുതിയ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടിരിക്കാം. ഒരു സെക്കൻഡ് ഒരു തെറ്റുപറ്റി ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പുതിയതായി അവതരിപ്പിക്കുന്ന പദ്ധതികളുടെ കാര്യത്തെക്കുറിച്ച് കൂടി പറയണം സാർ. ഇവിടെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി പഠിച്ച് അത് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും സാർ. വ്യവസായ IT, ഫ്യൂച്ചർ ടെക്നോളജി ആൻഡ് AI വകുപ്പിന് 100 കോടി രൂപ അധികമായി വകയിരുത്തുന്നു സാർ. അരൂരിൽ ശ്രീമതി KR ഗൗരി അമ്മയുടെ പേരിൽ സ്മാരകം പണിയാൻ 1 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി രൂപ വകയിരുത്തുന്നു. തിക്കോടി മൂടാടി പഞ്ചായത്തിലെ കോടിക്കൽ മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന് 7.5 കോടി രൂപ വകയിരുത്തുന്നു. മാവൂർ പഞ്ചായത്തിലെ കുറ്റിക്കടവ് പാലം 10 കോടി രൂപ വകയിരുത്തുന്നു. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. അമ്പൂരി പഞ്ചായത്ത് കെട്ടിട പണിയാൻ 1 കോടി രൂപ വകയിരുത്തുന്നു സർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് 50 കോടി രൂപ കൂടി അധികമായി വകയിരുത്തുന്നു. തിരൂർ ക്യാൻസർ ആശുപത്രിക്ക് ഉപകരണം വാങ്ങാൻ 3 കോടി രൂപ വകയിരുത്തുന്നു. നീർക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് 5 കോടി രൂപ വകയിരുത്തുന്നു സർ. കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ സ്റ്റേഡിയം നിർമ്മാണം 5 കോടി രൂപ വയ്ക്കുന്നു. ചെറിയ റെയിൽ അടിപ്പാത നിർമ്മാണത്തിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. കറുകച്ചാൽ ഫയർ സ്റ്റേഷൻ നിർമ്മാണത്തിന് 1 കോടി രൂപ. വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ നവീകരണത്തിന് 2 കോടി രൂപ. കോവളം നിയോജക മണ്ഡലത്തിൽ സ്ഥലം വാങ്ങി സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായ 20 കോടി രൂപ. കക്കോടി പോലീസ് സ്റ്റേഷന് 2 കോടി രൂപ. കരുവട്ടൂർ FHCയെ CSC ആയി ഉയർത്താൻ 1.5 കോടി രൂപ. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കാഞ്ഞിരം മുതൽ ആനമൂളി വരെയുള്ള റോഡ് 1 കോടി രൂപ. നീലിപ്പാറ മണിയൻകിണർ റോഡ് നവീകരണം 2 കോടി രൂപ വകയിരുത്തുന്നു. പുഞ്ചിരിപ്പാടം റോഡ് അഭിവൃദ്ധിപ്പെടുത്തലും സൗന്ദര്യവൽക്കരണവും 1 കോടി രൂപ. വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ 5 കോടി. പുത്തൂർ ചെന്നക്കൽ ബൈപ്പാസ് 3ാം ഘട്ട നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും. 5 കോടി രൂപ വകയിരുത്തുന്നു. മമ്പുറം ഹെറിറ്റേജ് വില്ലേജ് ആ പദ്ധതി നമ്മൾ നടപ്പാക്കും. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, അങ്കമാലി മണ്ഡലത്തിലെ തിരുമുഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നിവ ഉൾപ്പെടെ 4 അമ്പല തീർത്ഥാടന പാക്കേജിനായി 10 കോടി രൂപ അനുവദിക്കുന്നു. കടുത്തുരുത്തി വലിയ തോടുകളുടെയും വിവിധ ജലാശയങ്ങളുടെയും പുനരുജ്ജീവനും വെള്ളപ്പൊക്ക നിയന്ത്രണവും ജലസേചന ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 10 കോടി രൂപ. കരമന കളിയിക്കാവിള 4 വരി പാത വികസനത്തിന് അടുത്ത റീച്ചിലേക്ക് ആവശ്യമായ പണം അനുവദിക്കും. കടുത്തുരുത്തി പഞ്ചായത്തിൽ ജലസേചന വകുപ്പിന് പുതിയ കെട്ടിട നിർമ്മാണവും അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ 2 കോടി രൂപ. പുനലൂർ റവന്യൂ ടവറിന് 1 കോടി രൂപ ആദ്യം അനുവദിക്കുന്നു. ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് 2 കോടി രൂപ അനുവദിക്കുന്നു. കോതമംഗലം ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നേരത്തെ പ്രഖ്യാപിച്ചതാണ്, പൈസ വെച്ചിരുന്നില്ല, 5 കോടി രൂപ വകയിരുത്തുന്നു. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി നഗരസഭയിൽ LBS ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിന് 5 കോടി. പാലാ എറണാകുളം സൂപ്പർഫാസ്റ്റ് ഹൈവേ നിർമ്മാണത്തിൻ്റെ പഠനത്തിനായി 1 കോടി രൂപ. റിവർ വ്യൂ റോഡ് വന്നു നിൽക്കുന്ന സാന്തോം കോംപ്ലക്സ് മുതൽ വൈക്കം റോഡ് RV ജംഗ്ഷൻ ക്രോസ് ചെയ്തുള്ള ഒരു ഫ്ലൈ ഓവർ പ്രാഥമിക പഠനത്തിനായി 10 ലക്ഷം രൂപ. പാലായിലെ പൂർത്തിയാകാത്ത ബൈപ്പാസ് റോഡിന് റിവർ വ്യൂ റോഡിനും ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 5 കോടി രൂപ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ പൂഞ്ചിറ
ഇല്ലിക്കാഗല്ലി വികസനം 3 കോടി രൂപ, പിറവത്ത് TM ജേക്കബ് സ്മാരകം നിർമ്മിക്കാൻ 50 ലക്ഷം, ആലുവ നാഷണൽ ഹൈവേ പുളിഞ്ചോട് മുതൽ മംഗലപ്പുഴ പാലം വരെ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് മാറ്റുന്നതിനായി NATPACയെ കൊണ്ട് സാധ്യതാ പഠനം നടത്തി വിശദമായ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 30 ലക്ഷം രൂപ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനായി 5 കോടി രൂപ അധികമായി വിലയിരുത്തുന്നു. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണം അത് 4 കോടി രൂപ വകയിരുത്തുന്നു. രാമന്തളി വടക്കുംപാട് മാപ്പിള UP സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ. പേരൂർക്കട ജില്ലാ മോഡൽ ഹോസ്പിറ്റൽ 6 കോടി രൂപ. കന്യാകുളങ്ങര സിയോൺ കുന്ന് റോഡ് 2 കോടി രൂപ. മല്ലപ്പള്ളി ഫയർ സ്റ്റേഷൻ 1 കോടി രൂപ. സർ, മുക്കയം FHCയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിന് 1 കോടി രൂപ. സർ, കാഷ്യൂ വർക്കേഴ്സിന് ഗ്രാറ്റുവിറ്റി ആയിട്ട് ഒരു 10 കോടി രൂപ കൂടി അഡീഷണൽ ആയിട്ട് നമ്മൾ അനുവദിക്കുക. സർ, ഇത് ഇനി പുതുക്കിയത് റവന്യൂ വരവ് 1,69,646.37 കോടി രൂപ. റവന്യൂ ചെലവ് 2,05,001.67 കോടി രൂപ. റവന്യൂ കമ്മി 35,355.30. മൂലധന ചെലവ് തന്നി മൈനസ് 19,651.41. വായ്പകളും മുൻകൂറുകളും തനി മൈനസ് 1,398.65 കോടി. പൊതുകടം തനി 52,364.13. പൊതുകണക്ക് തനി 4,000 കോടി. ആകെ കമ്മി മൈനസ് 41.23. വർഷാരംഭ രൊക്ക ബാക്കി മൈനസ് 382.45. വർഷാന്ത്യ രൊക്ക ബാക്കി മൈനസ് 423.68 കോടി. സഭയിൽ പ്രഖ്യാപിച്ച അധിക ചെലവ് മൈനസ് 1,080.95 ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ. വർഷാന്ത്യ രൊക്ക ബാക്കി മൈനസ് 1,504.63 കോടി. ഇപ്പോൾ സഭയിൽ പ്രഖ്യാപിച്ച അധിക ചെലവ് 315 കോടി. വർഷാന്ത്യ രൊക്ക ബാക്കി മൈനസ് 1,809.63 കോടി. സർ, ഇത് ഈ സഭ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഉപക്ഷേപം. സംശയം ചോദിക്കാൻ അദ്ദേഹം സമയം തരാമെന്ന് പറഞ്ഞാണ്. അതിനകത്തൊരു പോയിന്റ് ഓഫ് ഓർഡർ അങ്ങയോട് ശ്രദ്ധിച്ചില്ല. സാർ, ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞു. അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. അങ്ങനെ അല്ല. 3 വർഷത്തിലധികമായി ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ കാര്യം വരുമ്പോൾ ഇതിന് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്തും വന്നതാണ്. ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യം പറഞ്ഞാണ്. ചിലപ്പോൾ ഇച്ചിരി നികുതി വരുമാനം വരുമെന്നുള്ളതും കറക്റ്റാണ്. പക്ഷേ ഇതൊരു പുതിയ സെക്ടറാണ്, അത് കൊടുക്കാൻ പാടില്ല എന്ന് ശക്തമായ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് സാർ ഇത് കൊടുക്കാഞ്ഞത്. ശക്തമായ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് കൊടുക്കാഞ്ഞത്. അല്ലാതെ വെറുതെ അല്ല. ഇലക്ഷൻ്റെ സമയം വേറത്തെ ഇലക്ഷൻ വന്നല്ലോ സാർ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് ശരിയായില്ല സാർ. 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു. നേരത്തെ 2018-19 ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ കാര്യം പറഞ്ഞു. നേരത്തെയുള്ള ധനകാര്യമന്ത്രിയുടെ സമയത്താണ് ഗവൺമെൻറ്. സാർ, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടാണ്. അപ്പോൾ അല്ലല്ല, ഇതിനകത്ത് അല്ലേ പോയിന്റ് ഓഫ് അല്ല. നിങ്ങൾ CM അഴകാന്ന് പറഞ്ഞു. അല്ലല്ല, CM അഴകാന്ന് പറഞ്ഞു. അതിനകത്ത് ഇല്ലാത്തൊരു കാര്യം, ഇവിടെ ഇല്ലാത്തൊരു കാര്യം പറ്റി പറയുമ്പോൾ അതങ്ങനെ പറയാമോ? അത് ഇത്രയും കാലം പറഞ്ഞില്ല. അതങ്ങനെ പറയുന്നത് ശരിയാണോ? ഈ സഭ അംഗീകരിച്ചു പോയതാണ്. വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന ഇതിന് കസ്റ്റംസ് ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വളരെ വലിയ വില വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റ് എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ അത് ശരിയാണോ? നേരത്തെ ഇവിടെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ 3-5 വർഷം മുമ്പ് അംഗീകരിച്ചൊരു ബഡ്ജറ്റിനകത്ത് ആ കാര്യം സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ശരിയാണോ? മൂന്നാമത്തെ കാര്യം പോയിന്റ് ഓഫ് ഓർഡറും സംശയമാണ്. ഇപ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ സംശയമാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പാസ്സാക്കിയാൽ ബഹുമാനപ്പെട്ട CM മുഖ്യമന്ത്രി ഇതൊരു സംശയമാണ്. ഇപ്പൊ പാസ്സാക്കിയാൽ സർ അങ്ങ് ക്ലാരിറ്റി തന്നാലും മതി. ഇപ്പൊ നമ്മള് ഇവിടെ ഇത് പാസ്സാക്കുന്നു. ബക്കാഡിയുടെ കാര്യം അല്ലെങ്കിൽ ആ വീര്യം കുറഞ്ഞ മദ്യം സാർ, അത് പാസ്സാക്കിയാൽ അത് പിന്നീട് ചർച്ച ചെയ്തിട്ട് മാത്രം നടപ്പിലാക്കാൻ പറ്റുമോ? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് ഇത് ഇംപ്ലിമെന്റ് ആവില്ലേ സാർ? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇവിടെ സംസ്കൃതിയിലൊക്കെ നിയമമാണല്ലോ. ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഇവിടെ ഇപ്പൊ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളുടെ UDFന്റെ മീറ്റിംഗ് കൂടി
KPCC ഓഫീസിൽ പോയി ഇംഗ്ലീഷ് ഡൽഹി സംസാരിച്ച് അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇത് എഫക്റ്റീവ് ആവത്തുള്ളൂ. ഈ സഭ ഇത് അംഗീകരിച്ചാൽ വിൽക്കാൻ പറ്റില്ലേ? അങ്ങ് പറഞ്ഞു ഇത് വിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ UDF-ന്റെ നയമെടുത്തേ വിൽക്കുന്നു. സാർ, ഇത് ഞങ്ങൾ പാസ്സാക്കുന്നു, വിൽക്കാൻ പറ്റും, മനസ്സിലാക്കുന്നു. വിൽക്കാൻ പറ്റുമോ? അതേ ഉള്ളൂ. അതിന് സാങ്കേതികമായ കാര്യമാണ്, പറയേണ്ടതാണ്. സഭയുടെ അവകാശമാണല്ലോ. അടുത്ത് പറയാനിരുന്ന സെന്റൻസ് കൂടി അങ്ങ് കേൾക്കാനായിട്ട് സമയമെടുക്കാതെ നേരത്തെ ഇത് ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഇവിടെ ബജറ്റ് പാസ്സാക്കുകയല്ല. ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ വന്നു, ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉപക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാം, അതോടുകൂടി ഉപക്ഷേപം അംഗീകരിക്കും, അതിനുശേഷമുള്ള നമ്മളുടെ പ്രോസസ്സ് അനുസരിച്ചുള്ള നടപടിക്രമം പോകും. അതല്ലാതെ നമ്മൾ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ബജറ്റ് പാസ്സാക്കുകയല്ല. ഇനി ഡിമാൻഡുകൾ വരികയാണ്, ചർച്ചകൾ വരികയാണ്, അവിടെ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ ആ ക്രമപ്രശ്നം നിലനിൽക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സർ, ചട്ടം താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നതിനുള്ള ഉപക്ഷേപം സർ, നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 142 പ്രകാരം ബജറ്റ് ചർച്ചയുടെ അവസാനം ധനാഭ്യർത്ഥനകൾ ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും റിപ്പോർട്ടിനും വേണ്ടി അയച്ചു കൊടുത്തിരിക്കണമെന്ന നിബന്ധനയുണ്ട്. 2026-27 ബജറ്റ് ചർച്ച പൂർത്തിയാക്കി ധനാഭ്യർത്ഥനകൾ സബ്ജക്റ്റ് കമ്മിറ്റികൾക്ക് അയക്കുകയും അതിൻ്റെ റിപ്പോർട്ട് 2026 ഫെബ്രുവരി 23 സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 2026-27 പുതുക്കിയ ബജറ്റ് നടപടിക്രമം പൂർത്തിയാക്കുന്നതിനായി ചട്ടം 142 പൂർണ്ണമായും 143 ഭാഗികമായും താൽക്കാലികമായി റദ്ദ് ചെയ്യണമെന്ന നിർദ്ദേശം 2026 മെയ് 29 ചേർന്ന കാര്യോപദേശക സമിതി അംഗീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നിയമസഭാ ചട്ടം 142, 236 എന്നിവ പൂർണ്ണമായും ചട്ടം 143 ഭാഗികമായും ഇക്കാര്യത്തിനായി താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നതിന് ഈ സഭ തീരുമാനിക്കും. അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിക്കുകയാണ്.